ഹലോ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? എൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞങ്ങൾ കുറേ കൃഷിയൊക്കെ ചെയ്തിട്ടേ കപ്പ കുറച്ചുണ്ട്, അത് പറിക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഞങ്ങളുടെ അയ്യ മൊത്തം ഇങ്ങനെ പോച്ച കയറി പുൽമേടായിട്ട് ഇങ്ങനെ കിടന്നിരുന്ന സ്ഥലമാണ്. അപ്പോൾ കൃഷി ചെയ്യാനായിട്ട് ഒരാളെ നിർത്തിയെല്ലാം വൃത്തിയാക്കി. അപ്പോഴാണ് നമ്മൾ അറിയുന്നത് മൊത്തം എലി തിന്നിട്ടുണ്ട്. കപ്പയുടെ ചുവട്ടിൽ തന്നെ നല്ല എലിയുടെ മാളമുണ്ട്. ഞാനും മോളും കൂടെ അത് ഒരു 3-4 മൂടി നിന്ന് പിഴുത്. പക്ഷെ അതിനകത്ത് കപ്പയൊന്നും ഇല്ലാത്തതുകൊണ്ട് കമ്പ് വലിക്കുമ്പം പെട്ടെന്ന് ഇങ്ങനെ വരുന്നുണ്ട്. മൊത്തം എലി കൊണ്ടുപോയി. 3-4 മൂട് പിഴുതു, പക്ഷെ അതിനകത്തുനിന്നൊന്നും നമുക്ക് നല്ലതായിട്ട് കിട്ടിയില്ല. 2-3 എണ്ണം കിട്ടിയിട്ടുണ്ട്. എല്ലാ കപ്പയും ഇങ്ങനെ ചരിഞ്ഞ് നിൽക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ചെവിട് മൊത്തം എലി ഇളക്കിയിട്ട് കപ്പ എങ്ങനെ തിന്നിട്ട് പോയേക്കുകയാണ്. ഈ ചപ്പൊക്കെ ആയതുകൊണ്ടേ കൂട്ടുകാരുടെയൊക്കെ വീട്ടിൽ ഇതുപോലെ പന്നിയെലിയുടെ ഭയങ്കര ശല്യമുണ്ടോ? നമ്മുടെ ചേമ്പ്, ചേന, കപ്പയൊക്കെ തിന്നത്തില്ലേ? ഇവിടെയൊക്കെ പന്നി എലിയാണ്, പന്നിയല്ല, പന്നിയെലി വന്നിട്ട് ഇതെല്ലാം ഇങ്ങനെ തിന്നിട്ട് മൊത്തം അതൊരു ഹോളായിട്ടിരിക്കുക കപ്പ മൊത്തം. പിന്നെ നമുക്ക് എടുക്കാനുള്ളതൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി 3-4 കപ്പയും കൂടെ ഉണ്ട്, അത് പിഴുത് നോക്കണം. നല്ല കപ്പയായിരുന്നു, മൊത്തം എലി കൊണ്ട്. നമുക്ക് പുഴുങ്ങാനൊക്കെ നന്നായിട്ട് വേകുന്നതായിരുന്നു. മോളാണ് ഇതിന് കിടന്ന് പിടിക്കുന്നത്. അതിൻ്റെ ചുവട്ടിലെങ്ങും ഒന്നുമില്ല, കണ്ടില്ലേ? ഭയങ്കര സങ്കടം വന്നു. പിന്നെ ഞങ്ങൾ വിചാരിച്ച കപ്പ പുഴുങ്ങാം. കുറച്ച് മുളകും കാന്താരിയും ഒക്കെ അവിടെ നിൽപ്പുണ്ട്, ഞാനതെല്ലാം കുറച്ച് പറിച്ചു. ഇതെല്ലാം പോച്ചയ്ക്കകത്തായി പോയതായിരുന്നു. പിന്നെ വേറെയും കുറച്ച് മുളകൊക്കെ ഉണ്ട്. അത് ഒരാളെ ജോലിക്ക് നിർത്തിയതാണ്. പുള്ളിക്കാരൻ അത് മൊത്തം വലിച്ച് അതങ്ങനെ ഉണങ്ങിപ്പോയിട്ട് വീണ്ടും അവരിങ്ങനെ കുഴിച്ച് വെച്ചേക്കുമായിരുന്നു. പിന്നെ ഞങ്ങൾ അതിനകത്ത് നിന്ന് ഉണങ്ങിയ വാടിയ മുളക് അതെല്ലാം പറിച്ചെടുത്തു. അതിൻ്റെ ഇടയ്ക്ക് കുഞ്ഞ് വന്നിട്ട് ഭയങ്കര ബഹളം. എലിയുടെ മണമൊക്കെ കൊണ്ടായിരിക്കും. അവൻ ആ കുഴിക്കകത്തോട്ടാണ്. ഭയങ്കര കളിയായിരുന്നു അവിടെ വന്നിട്ട്. നമ്മളെവിടെ പോയാലും നമ്മുടെ പുറകെ വരും കുഞ്ഞ്. ഭയങ്കര കുസൃതിയാണ്. ഇതാണ് മുളകെല്ലാം കുറച്ച് വാടിപ്പോയി. പുള്ളിക്കാരൻ അത് പിഴുതിട്ട് ചുമ്മാ നട്ട് വെച്ചേക്കുമായിരുന്നു. അങ്ങനെ മുളകും കപ്പയും വളവും എല്ലാം എടുത്ത് ഞങ്ങളുടെ ഇന്നത്തെ പരിപാടി കഴിഞ്ഞു. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ഓക്കെ, താങ്ക് യു.